ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാറ്റിംഗ് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ മൊബൈൽ ഫോണിലും അതേപോലെ തന്നെ വാട്സപ്പിലുണ്ട്. അത് പലർക്കും അറിയില്ല. അപ്പം ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അറിയാത്തവരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാട്സപ്പിൽ ചാറ്റിംഗ് സാധിക്കുന്നതാണ്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുറന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വാട്സപ്പ് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യണം അല്ലേ. വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് ഫ്രണ്ട്സുമായിട്ടാണോ ചാറ്റ് ചെയ്യേണ്ടത് ആ ചാറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് ചാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ മൊബൈൽ തന്നെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ വാട്സപ്പിലല്ല നമ്മുടെ മൊബൈൽ തന്നെ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മൊബൈലിൻ്റെ സ്ക്രീൻ കാണുന്നില്ലേ, ഇതേപോലെ സ്ക്രീൻ കാണുന്ന സമയത്ത് നിങ്ങൾ ആ സ്ക്രീനിൽ നല്ലപോലെ ലോങ്ങിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഏറ്റവും താഴെ വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ വിഡ്ജറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലുള്ള കുറേ വിഡ്ജറ്റ്സുകൾ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ നമുക്കത് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴേക്കായി കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം വാട്സപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന വിഡ്ജറ്റ് കാണാം. അപ്പോൾ ഈ വാട്സപ്പ് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് നമ്മളൊന്ന് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഡ്ജറ്റ് വാട്സപ്പിന്റെ വിഡ്ജറ്റ് നമുക്ക് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടാവും. കണ്ടില്ല, മൊബൈലിന്റെ സ്ക്രീനിലേക്ക് വാട്സപ്പിന്റെ വിഡ്ജറ്റ് വന്നു. ഇനി നമുക്ക് വാട്സപ്പിൽ കയറേണ്ട ആവശ്യമില്ല. നമുക്ക് നേരത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിലേക്ക് നമുക്ക് കയറാനും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഫ്രണ്ട്സിന്റെ ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ രണ്ടാമതൊരു ഓപ്ഷനും കൂടിയുണ്ട്. അത് നമ്മുടെ വാട്സപ്പ് തന്നെ തരുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്തു, നമുക്ക് ഇതേപോലെ ഫ്രണ്ട്സ് ഏത് ഫ്രണ്ട്സുമായിട്ടാണ് നമ്മൾ നിരന്തരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫ്രണ്ട്സിന്റെ പ്രൊഫൈൽ ഐക്കണിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, നമ്മൾ അവർ ഈ ഒരു ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സ്ഥിരം ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രണ്ട്സിന്റെ പ്രൊഫൈലിന് മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ആ 3 ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ആഡ് ചാറ്റ് ഷോർട്ട് കട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു പോപ്പപ്പ് ആണ് വരുന്നത്. അതായത് സ്ക്രീനിന് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് കൊടുക്കുക. അപ്പോൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ, കണ്ടില്ലേ, ആ പറഞ്ഞിരിക്കുന്ന സ്വപ്ന എന്ന വ്യക്തിയുടെ ആ ഒരു പ്രൊഫൈൽ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട, നിരന്തരം അവർക്ക് വരുന്ന മെസ്സേജ്, നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജ് ഒക്കെ ഇതിലേക്ക് നേരെ വരും. നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിരന്തരം നേരെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇതാണ് വളരെ ഉപകാരമായിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ചാറ്റിംഗ് വളരെ ഈസി ആക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഈ ഒരു പ്രൊഫൈൽ മാത്രമല്ല, നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അവരുടെയൊക്കെ ഇതേപോലെ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവെക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കണ്ടില്ല, ഇതിന് രണ്ടാമത്തെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ കൂടി ലോങ് പ്രസ് ചെയ്തു, അതിൻ്റെ മുകളിൽ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നേരെ ഡെസ്ക്ടോപ്പിലേക്ക് അത് ആഡ് ആവുന്നതാണ്. ഇനി നമുക്ക് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അതിന് വാട്സപ്പിൽ കയറേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഇതേപോലെ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് മതി എന്ന് വിചാരിക്കുക, അത് ഇനി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ മേലെ നിന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. അല്ലേ, നമുക്ക് ലോങ് പ്രസ് ചെയ്യുക, റിമൂവ് കൊടുക്കുക. അതുപോലെ തന്നെ വിഡ്ജറ്റ്സ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അവർ ഐക്കണിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്യാം, എന്നിട്ട് റിമൂവ് തന്നെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും. 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, മൊബൈലിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ വാട്സപ്പിലും ഇതിലുള്ള ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്ന 2 ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ വളരെ ഈസി ആയിട്ട്, വാട്സപ്പിൽ കയറാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വളരെ ഈസി ആയിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ ഷെയർ ചെയ്യുന്നപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.